ടീം ആറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ BEd ചെയ്തു, അതിനുശേഷം ഞങ്ങൾ എന്താണ് അടുത്തതായിട്ട് ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ ബേസിക്കലി നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം BEd ഇൻ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കേട്ടറ്റ് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ കേട്ടറ്റിന്റെ എലിജിബിലിറ്റി വെച്ചിട്ട് വായിച്ചു വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കേട്ടറ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ കേട്ടറ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതാണ് കേട്ടറ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. കേട്ടറ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാറ്റഗറി 2 നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ അവരുടെ ബേസിക് എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് BEd കോഴ്സ് അപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഏതെങ്കിലും ഒരു ബിരുദം, അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ബിരുദം ഉണ്ടാവണം. ആ കൺസേൺഡ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് BEd ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, 45% മാർക്കോടുകൂടി BEd കോഴ്സിന് അപേക്ഷിക്കുന്ന യോഗ്യമായ ഏതെങ്കിലും ഒരു ബിരുദത്തോടൊപ്പം BEd അല്ലെങ്കിൽ DLEd കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 50% ഹയർ സെക്കൻഡറി 50% മാർക്കോടുകൂടി നിങ്ങൾ +2 പാസ്സായിരിക്കണം. അതോടൊപ്പം 4 വർഷത്തെ BLEd ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താണ് 50% മാർക്കോടുകൂടി നിങ്ങൾ ഹയർ സെക്കൻഡറി പാസ്സായിട്ട് നിങ്ങൾക്ക് BAEഡോ BSCEഡോ ഉണ്ടായിരിക്കണം. പിന്നെ അല്ലെങ്കിൽ കാറ്റഗറി 2 എഴുതുന്നതിന് ആവശ്യമായ യോഗ്യതകളുള്ള പക്ഷം കേരളത്തിലെ സർവകലാശാലകൾ നൽകുന്നതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ BBA ബിരുദം. സോ ബേസിക്കലി നിങ്ങൾ കാറ്റഗറി 2മായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു കൺസേൺഡ് സബ്ജക്റ്റിൽ ഡിഗ്രി ഉണ്ട്, അതേ സബ്ജക്റ്റിൽ തന്നെ കൺസേൺഡ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, അതേ സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾക്ക് BEdും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി 2 എഴുതാവുന്നതാണ്. സോ അതായത് BSc കമ്പ്യൂട്ടർ സയൻസ് ആളെ സംബന്ധിച്ച് BSc കമ്പ്യൂട്ടർ സയൻസും അല്ലെങ്കിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്, നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് BEd ഇൻ കമ്പ്യൂട്ടർ സയൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി 2 എഴുതാനായിട്ട് സാധിക്കും. കാറ്റഗറി 2 എഴുതുന്നതിന് കുഴപ്പമില്ല. കാറ്റഗറി 2 എഴുതിയതിനു ശേഷം നിങ്ങൾ PSCയുടെ അപ്പോയിന്റ്മെന്റ് വിളിക്കുന്ന സമയത്ത്, അതായത് UP സ്കൂൾ ടീച്ചർ അപ്പോയിന്റ്മെന്റ് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കാറ്റഗറി 2 വെച്ചിട്ട് UP സ്കൂൾ ടീച്ചർ എക്സാം എഴുതാൻ സാധിക്കുകയും നിങ്ങൾക്ക് UP സ്കൂൾ അധ്യാപകരായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യും. കാരണം ഇപ്പൊ നമുക്കത് എങ്ങനെ വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് UPSA നോട്ടിഫിക്കേഷൻ UPST നോട്ടിഫിക്കേഷൻ 2025 വാട്ട് എവർ ഇറ്റ് ബി. ഞാനിപ്പോൾ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. സോ നമ്മൾ 707 നമ്മൾ ഏതെങ്കിലും ഒരു വർഷത്തെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് മാത്രം, ഏതെങ്കിലും ഒരു വർഷത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് SLC ഉണ്ടാവണം. അതുപോലെ അവർ പറയും എ ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ആൻഡ് BEd ഓർ BT ഓർ LT കൺഫേർഡ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ എനി യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അതായത് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ഉണ്ടാവണം, അതേ സബ്ജക്റ്റിൽ തന്നെ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു BEdും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ഉണ്ടാവണം, അതുപോലെ നിങ്ങൾക്ക് എന്തുണ്ടാവണം, നിങ്ങൾക്ക് എന്ന് പറയുന്നത് BEdും ഉണ്ടായിരിക്കണം. BEd എന്ന് പറയുന്നത് അതേ സബ്ജക്റ്റിൽ തന്നെ വേണമെന്ന് UPSCയുടെ കാര്യത്തിൽ അത് നിർബന്ധമില്ല, പക്ഷേ ഹയർ പോസ്റ്റിലേക്കൊക്കെ വരുമ്പോൾ നിർബന്ധമാണ്. UPSCയുടെ കാര്യത്തിൽ അത് ഒരു BEdും ഒരു ഡിഗ്രിയും ഒരു BEdും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് UP സ്കൂൾ ടീച്ചർ എക്സാം എഴുതാനായിട്ട് പറ്റും. പക്ഷേ അന്നേരം നിങ്ങൾ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ കേട്ടറ്റിന്റെ കാറ്റഗറി 2 പാസ്സായിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. ഇനി നേരെ മറിച്ച് നിങ്ങൾ വേറെ നോട്ടിഫിക്കേഷനിലേക്ക് വരുവാണെങ്കിൽ, ഇതെന്ന് പറയുന്നത് HSSTയുടെ നോട്ടിഫിക്കേഷനാണ്. HSST ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ്. ബേസിക്കലി HSST കമ്പ്യൂട്ടർ സയൻസിന് മാൻഡേറ്ററി ആയിട്ട് അവർ എന്ത് ചോദിക്കുന്നില്ല, BEd എന്ന് പറയുന്നത് അവർ മാൻഡേറ്ററി ആയിട്ട് അവർ BEd ചോദിക്കുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഒന്നെങ്കിൽ MSc അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗിൽ MTechോ ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് MCA ഉള്ളവർക്കും ഇത് എഴുതാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്താ പറയുക, ബിടെക്കുകാരെ പരിഗണിക്കുന്നതായിരിക്കും. മിക്കവാറും ഇപ്പൊ എല്ലായിടത്തും തന്നെ MTechുകാർ MSCക്കാർ MCAക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷേ എന്താണ്, HSST കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് BEd വേണ്ട. ഇൻകേസ് നിങ്ങൾക്ക് ഒരു BEd ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കേട്ടറ്റിന്റെ കാറ്റഗറി എടുക്കുമ്പോൾ കേട്ടറ്റിന്റെ കേസിനകത്താണെങ്കിൽ നിങ്ങൾക്ക് BEd ഉള്ളത് കൊണ്ട്, കേട്ടറ്റിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് BEd ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കേട്ടറ്റ് കാറ്റഗറി 2 എഴുതാനായിട്ട് പറ്റും, UP സ്കൂൾ ടീച്ചർ എക്സാം എഴുതാൻ പറ്റും, ഹയർ സെക്കൻഡറി HSST കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അതിനകത്ത് വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾക്ക് എയ്ഡഡ് അല്ലെങ്കിൽ PSC അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാവുന്നതാണ്. നിങ്ങൾക്ക് HSST ഹയർ സെക്കൻഡറി സ്കൂൾ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ടീച്ചറായിട്ട് എയ്ഡഡ് സ്കൂളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിലോ നിങ്ങൾക്ക് എഴുതി കയറാം. അതുപോലെ UP സ്കൂൾ ടീച്ചറായിട്ട് നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും. സോ ബേസിക്കലി നിങ്ങൾ സെറ്റിന്റെ നോട്ടിഫിക്കേഷൻ കൂടി നോക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ സെറ്റ് എക്സാം 2026 സെറ്റിന്റെ നോട്ടിഫിക്കേഷനിലേക്ക്, നമ്മുടെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് നോട്ടിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ സെറ്റ് നടക്കുന്ന പരീക്ഷകൾ ഏതൊക്കെ സബ്ജക്റ്റിലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ എടുത്തു. നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ലോഡ് ആയിക്കോട്ടെ.
ക്ലിക്ക് here to download the സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റിൻ്റെ പ്രോസ്പെക്ടസ് ആണ്. സെറ്റിൻ്റെ പ്രോസ്പെക്ടസ് എടുക്കുമ്പോൾ നമ്മളതിലേക്ക് വരുമ്പോൾ സിലബസ് പേജ് നമ്പർ 2 ഏതൊക്കെ സബ്ജക്റ്റിലാണ് ലൈക്ക് എന്താ പറയുക സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് നടക്കുന്നത്. അതിനകത്ത് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടോ? അതിനകത്ത് കമ്പ്യൂട്ടർ സയൻസ് ഇല്ല. കാരണം ഇതുവരെയും HSST ലൈക്ക് കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ ആവുന്നതിന് ബി എഡ് ആവശ്യമില്ലാത്തത് കൊണ്ട് ബി.എഡ് ആവശ്യമില്ലാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് സെറ്റിൻ്റെയും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെറ്റ് എഴുതേണ്ട കാര്യമില്ല. ആസ് ഓഫ് നോ നിങ്ങൾക്ക് സെറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സെറ്റിനെ ക്വാളിഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് എഴുതേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് PG ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണേൽ നെറ്റ് ക്വാളിഫൈ ചെയ്ത് നിങ്ങൾക്ക് നേരത്തെ തന്നെ പ്രീ ക്വാളിഫൈ ചെയ്ത് വെക്കാവുന്നതാണ്. അതിനകത്ത് വിഷയങ്ങളൊന്നും ഇല്ല. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.